ഏത് വരിനും കളിയാക്കാം. ഇനി അവിടെ വളരെ വേദനാജനകമായൊരു സംഭവം പറഞ്ഞുതരാം. പേരോട് ഈ വാതിൽ തുറന്നു കൊടുത്തു. ഇന്നലെ ശൈഖുന പറയുന്നുണ്ടല്ലോ, ഇവര് വന്ന് ഇങ്ങനെയുള്ള ബൈത്തുകളെയും പാട്ടുകളെയും കളിയാക്കി ഇവര് രംഗത്ത് വന്നപ്പോ ഇവരിൽപ്പെട്ട തൊപ്പി വെച്ച കുറച്ച് മൊയിലാക്കന്മാർ ഒരു അഡ്രസ്സും ഇല്ലാത്തോല, പക്ഷേ ഇറങ്ങി വന്നിട്ട് മശായിഖിനെ കുറിച്ചുള്ള പാട്ട് കേൾപ്പിച്ചുകൊണ്ട് മടവൂര് ശൈഖുനെയൊക്കെ പറയുന്ന രൂപത്രയാ നിങ്ങൾ മനസ്സിലാക്കി. മുജാഹിദല്ല ഏപ്പിക്കാര്. നമ്മളെ പറയട്ടെ, നമ്മളെ പറയാൻ നമുക്കൊരു ഐശ്വര്യമാണ്, ഇവര് പറയാന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ മുജാഹിദിന്റെ ഭാഷയിലാണ് AP കുട്ടികൾ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പാട്ട് കേൾക്കുമ്പോ എതിർക്കണമെന്നത് ഈ പേരോട് പഠിപ്പിച്ചു കൊടുത്തതാ, ഇങ്ങനെയുള്ള ബിരുദധാരികൾ പഠിപ്പിച്ചു കൊടുത്തതാ. ഒരു വിലയില്ലാതെ സംസാരിക്കുന്ന രൂപം എവിടെ വരെ എത്തി? വല്ല ദീനുവർക്കറിയോ? വല്ല അസുലുംവർക്കറിയോ? AP വിഭാഗം എന്നത് ഏറ്റവും പഴച്ച പാർട്ടിയാണ് എന്ന് മശായിഖ് പറഞ്ഞത് വെറുതെ അല്ല. ശൈഖുനാന്റെ പേരൊക്കെ പറയുന്നിടത്ത് എനിക്കത് പറയാൻ കഴിയില്ല. ഇവര് പ്രയോഗിച്ച പ്രയോഗങ്ങൾ എന്തിന്? മടവൂർ ശൈഖുനെ കുറിച്ച് പാട്ടുപാടിയപ്പോ ആ പാട്ടിലുള്ള അബദ്ധം ഓർത്തിട്ടാണത്രേ ഇത്തരം പ്രയോഗങ്ങൾ. ഒരു ചെറിയ ഉദാഹരണം കാണിച്ചു കൊടുക്കും. ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറയുന്നത്, മൻ റബ്ബുക എന്ന് തുടങ്ങിയ ചോദ്യം ചെയ്യാനാരാണിവിടെ? കെൽപ്പുള്ളൊരു ആൺകുട്ടികളെവിടെ ആ മലക്കൂത്തിൽ? ഇല്ലടാ, അങ്ങനെ വന്നാൽ മലക്കൂത്തും പൂട്ടി. എന്ത് പേരിട്ട് അവനൊക്കെ വിളിക്കേണ്ടത്? ആ തലയെക്കെട്ടും കെട്ടിയിട്ടേ പച്ച കുഫർ. ഇത് നമ്മളാ ഇബ്ലീസ് തരീക്കത്തുണ്ടല്ലോ, അതിന്റെ വേറൊരു വെർഷനാ, അത് അതിൽപ്പെട്ടതാണ്. നിങ്ങളെ പടച്ചോൻ ആരാന്ന് ചോദിച്ചാല് മടവൂരാന്ന് പറഞ്ഞാൽ മതിയാണല്ലേ. അയ്യുൽ കയ്യൂമാണ് മടവൂര് പറഞ്ഞല്ലേ. ഏത് ആ പാട്ട് വെച്ചിട്ട് അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ശൈഖുനാനൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് അയാൾ ആ വാചകം എടുത്തുദ്ധരിച്ച് എന്തായാലും പറഞ്ഞ് മൻ റബ്ബുക്കാന്ന് ശൈഖുനയോട് ചോദിക്കാൻ പറ്റിയ മലക്ക് ഏതാ ഉള്ളതെന്നാ ചോദിച്ചാ മലക്കിന്റെ ആ പീസ് പൂട്ടിയിരിക്കും. ലാ ശക്ക ഫീഹി, കാരണം അത് മടവൂരാണ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഈ AP കുട്ടികൾ എവിടെ എത്തിയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അയാൾ പറയട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കാണ് ഇവന്റെ ഒക്കെ ഈമാനും ഇവന്റെ ഒക്കെ വിശ്വാസം എവിടെ എത്തി? മറ്റൊരർത്ഥാണ് മലക്കുകളുടെ ലോകം. അപ്പോ മടവൂര് ചിത്തടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരെ മയ്യത്ത് ഖബറിൽ വെച്ച് മൺ റബ്ബുക്കാന്നൊരു മലക്ക് ചോദിക്കുകയാണെങ്കിൽ ആ മലായിക്കത്തിന്റെ ആപ്പീസ് തന്നെ പൂട്ടുന്ന പറഞ്ഞു. എന്താല്ലേ ഈ ഇങ്ങനെ അധപ്പതിച്ചു പോയത്? ഇത്ര നന്ദിയില്ലാത്ത നെറികെട്ടവനായിട്ട് മാറിപ്പോയത് ഈ വിഭാഗങ്ങൾ. ആലിമീങ്ങളെ പച്ചറച്ചങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ദാക്ഷിണ്യമില്ലാതെ. എന്നിട്ട് അവരുടെ ആലിമീങ്ങളുടെ മലം തിന്ന് ജീവിക്കുന്ന ഒരു വിഭാഗം പച്ച കുഫർ. നമുക്കൊക്കെ അറിയാം ബഹുമാനപ്പെട്ട CM വലിയുള്ള നോക്കണങ്ങള്. പിന്നെ ഇനി ബഹുമാനപ്പെട്ടാന്ന് പറഞ്ഞ ആവശ്യമില്ല. ഈ ആദ്യം പറഞ്ഞ ലഫ്ദ് കേട്ടോ, ശൈഖുനാന്റെ ചിറ്റടിമീത്തൽ എന്നുള്ള ആ വാക്ക് പറഞ്ഞിട്ട് വളരെ നിന്ദിച്ചല്ലേ പറഞ്ഞത്. ഒരു മൊയിലേരാക്കി അവതരിപ്പിച്ചിട്ട് അവര് ഖബറിൽ ചെന്നാൽ ചോദ്യം ഉണ്ടാവില്ല എന്ന് ഇവർ പറയുന്നത് അത് പച്ച കുഫറാണെന്നാ പറഞ്ഞത്. AP വിഭാഗമേ, എന്തിനാണ് നിങ്ങൾ സുന്നി എന്നും പറഞ്ഞ അഡ്രസ്സിൽ ജീവിക്കുന്നത്? എന്താ ഔലിയാക്കന്മാരെ മഹത്വം? എന്താണ് ആ ബൈത്തിൽ പറഞ്ഞത്? കിതാബ് വല്ലതും അറിയോ? ഒറ്റ വാക്ക് ഞാൻ ഇന്ന് വായിക്കുന്നു. മഹാനരായ അശ്ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി അവരുടെ അൽ ഫത്ഹുർ റബ്ബാനി, ആ ഫത്ഹുർ റബ്ബാനിയിൽ മഹാനവറുകൾ പറയുന്നൊരു വാക്കുണ്ട്, വല്ലാഹി സുമ്മ വല്ലാഹി. ഇങ്ങനെയുള്ള പടച്ച ജന്തുക്കൾ വരുമെന്ന് കരുതിയിട്ട് മഹാനരായ ശൈഖുൽ മശായിഖ് ഗൗസുൽ ആലം തങ്ങള് അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിനെ തന്നെ സത്യം. സുമ്മ വല്ലാഹ് ഇന്ന അഹ്വാലൽ ഔലിയാ, ഔലിയാക്കളുടെ അവസ്ഥകൾ കഅഹ്വാലിൽ അംബിയാ, അംബിയാക്കളുടെ അഹ്വാൽ പോലെ തന്നെയാണ്.
അമ്പിയാക്കൾക്കുള്ള മഹത്വങ്ങളൊക്കെ അവരെ വാരിസീങ്ങളായ ഔലിയാക്കൾക്കുമുണ്ട്. ലാക്കിൻ ലഖബുഹും ഗൈറു ലഖബിഹിം. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അമ്പിയാക്കൾക്ക് നമ്മൾ പറയുന്ന സ്ഥാനപ്പേരുണ്ടാവും. ആ സ്ഥാനപ്പേര് നബിയ്, റസൂല് എന്നതൊക്കെയാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് കുത്തുബ്, ഷെയ്ഖ് എന്നൊക്കെ പറയും. പേരുകളിൽ വ്യത്യാസമുണ്ടെന്നല്ലാതെ അവരെ വിഷയങ്ങളിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞിട്ട് എന്താ അവിടെ പറയുന്നത് അറിയോ? എന്ത് വിഷയത്തിലാണ് അംബിയാ മുർസലീങ്ങളെ പോലെ ഔലിയാക്കൾ? അൽ അംബിയാഉ വൽ മുർസലൂൻ. അംബിയാ മുർസലീങ്ങൾ ലാ യൻസിലു അലൈഹിം, അവരുടെ സമീപത്തേക്ക് ഇറങ്ങുകയില്ല. മുങ്കറുൻ വനകീർ, മുങ്കർ നകീർ അലൈഹിമസ്സലാം ഒരിക്കലും അമ്പിയാക്കളുടെ ഖബറിലേക്ക് വരില്ല ചോദിക്കാൻ. അതേ നിയമമാണ് ഔലിയാക്കൾക്കും. അവരെ ഖബറിലേക്ക് മൻ റബ്ബുക എന്ന് ചോദിക്കാൻ ഒരു മലക്കും വരികയില്ല. അത് നിയമമാണ്. ലിഅന്നഹു ശുഫആഉൽ ഖൽഖ്. കാരണം അവരാരാ? അവര് ശുഫആഉൽ ഖൽഖാണ്. സൃഷ്ടികൾക്ക് തന്നെയും ശുപാർശ ചെയ്യേണ്ടവരാ. പിന്നെ ഓലെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുമോ? അതുകൊണ്ട് അമ്പിയാക്കളെ ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പറയാ ഹാക്കദാ, ഇപ്രകാരം തന്നെയാണ് ഹൗലായി, ഈ ഔലിയാക്കന്മാർ ലാ യുഹാസബൂന, അവരൊരിക്കലും വിചാരണ ചെയ്യപ്പെടൂല. ലിഅന്നഹും ഖവാസുൽ ഖൽഖി, അവർ അല്ലാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും പ്രത്യേകതയുള്ളവരാണ്. അതുകൊണ്ട് AP വിഭാഗത്തിൽ പെട്ടുപോയ ചെറുപ്പക്കാരെ, എവിടെയെത്തി നിങ്ങളെ വിശ്വാസം? ഞങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങളെ. ഔസുൽ ആദം ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി, അഹ്മദുൽ കബീറുൽ ദിഫാഇ, ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി, മഹാനരായ സുൽത്താനുൽ ഹിന്ദ് തങ്ങള്, അതുപോലെ ഖുത്ബുസ്സമാൻ മൗലദ്ദവീല സയ്യിദ് അലവി, മഹാനരായ ഖുത്ബുൽ ആലം ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു അസ്റാറഹും, ഇവരോടൊന്നും ചോദിക്കാൻ അവരെ ഖബറിൽ ഒരു മുങ്കറോ നകീറോ ഒരു മലക്കോ ഒരിക്കലും വരികയില്ലെന്ന് ലോകത്ത് പഠിപ്പിച്ച പണ്ഡിതനും വലിയും ശൈഖും ഖുതുബുമാണ് അഷ്ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. കിതാബ് പഠിക്കാതെ, വിവരം പഠിക്കാതെ തോന്നിവാസം വിളിച്ചു പറയുകയോ? ഇതിനെല്ലാം സമ്മതം കൊടുത്തത് ഈ പറഞ്ഞ നയൽവാദിയാ. മലക്കുകൾക്ക് പറ്റൂല. അത് ഓലെ ഡ്യൂട്ടിയല്ലത്. ഡ്യൂട്ടി അല്ലാത്തതിൽ ഓല ഇടപെട്ട മലക്ക് നിന്നാണ് പോകും. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അവരോട് കൽപ്പിച്ചതിന് അവൻ എതിരെയൂല. അള്ളാന്റെ ആളുകളാണ്, ഓരോട് ചോദിക്കേണ്ട കാരണം ഓല് ചോദിക്കൂല. പോയി ചോദിക്കൂല എന്നുള്ള അർത്ഥത്തിനാണ് പറയുന്നത്. ചോദിച്ചാൽ ആഫീസ് കൂട്ടും, ചോദിക്കൂല, അത്ര ഉറപ്പാണത്. ഒരു പാട്ടാവുമ്പോ അതിൻ്റെതായൊരു സൗന്ദര്യം ഉണ്ടാവും. അതിന് ബനന്ത് പാട്ടിലായി കിട്ടണ്ടേ ആദ്യം. എവിടേക്കാ നിങ്ങൾ ഈ പോണ്? അപ്പൊ ഇവരുടെയൊക്കെ ഒരു അവസ്ഥ വലിയ സംഭവം തന്നെയാണ്. ഏതായാലും ഇന്നത്തെ ഒരു അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, അന്ന് ഇവിടെ നമ്മളെ നാട്ടിൻ പുറങ്ങളിലൊക്കെ വഹാബികൾ വന്ന് മാല മൗലിദിനെ വിമർശിച്ച പോലെയാണ് ഇന്ന് ഈ AP വിഭാഗം വന്നിട്ട് മടവൂർ ശൈഖുനയുടെ മദ്ഹ് പറയുമ്പോൾ അതിനെതിരിൽ ഇവർ വരുന്നത്.